സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ഒരു നിമിഷം മൗനമായി ഓൺലൈനിൽ ഇരിക്കുന്നവരും ഓൺലൈനിൽ ശുശ്രൂഷ പങ്കെടുക്കുന്നവരും ഇപ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ട സമയം. കർത്താവിനെ തന്നെ സൂക്ഷിച്ച് നോക്കുക. കർത്താവിനെ നോക്കുന്നവർ പ്രകാശത്തിലാകും. വിശ്വാസത്തോടെ നോക്കുന്നവരെ അവരുടെ ജീവിതത്തിൻ്റെ ഏതെല്ലാം ഘട്ടങ്ങളിലാണ് ഇരുട്ട് തളം കെട്ടി നിൽക്കുന്നത്, അവിടെയെല്ലാം കർത്താവിൻ്റെ കരുണയുടെ കൃപയുടെ പ്രകാശം വീശുന്ന സമയമാണ്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് ഈശോയൊന്നും അസാധ്യമല്ലാത്തവനെ, ഈശോ എല്ലാം സാധ്യമായവനെ, ഈശോയെ നിനക്ക് സ്വസ്ത്രവും നിനക്ക് സ്തുതിയും, നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധ്യം അർപ്പിക്കുന്ന കർത്താവ്. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 കൊല്ലം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയെ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെയും മാധ്യസ്ഥത്തിലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്ന കർത്താവ്. കർത്താവ് ഇതിൻ്റെ ആണിപ്പെടുതാർന്ന വലതുകരം മക്കളുടെ ശിരസ് വെക്കണം പ്രാർത്ഥിക്കുന്നു. ഇവിടെ സന്ധിബന്ധങ്ങളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാംസപേശികളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. അസ്ഥിക്കുഴകളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. രക്തഞരമ്പുകളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാംസഭിത്തികളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഹൃദയത്തിലെ, കരളിലെ, കിഡ്നികളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവെ, കിഡ്നി കല്ലുള്ളവരെ ഈ നിമിഷം പൊടിഞ്ഞു മാറട്ടെ പ്രാർത്ഥിക്കുന്ന കരളിനൊക്കെ സ്പർശിക്കണ കർത്താവെ. ഈശോ ട്യൂബുകളെല്ലാം ബ്ലോക്കായിരുന്നവരെ അങ്ങ് സ്പർശിക്കണമേ കർത്താവെ. കർത്താവെ, ഉള്ളക്കാൽ മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ, സഭയുടെ അധികാരത്തിലെ, കുരിശിന്റെ അടയാളത്തിലെ ദൈവത്തിന്റെ ശക്തി ഞാൻ മക്കളെ ആശീർവദിക്കുന്ന യേശുവേ, യേശുവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ മക്കളെയും സ്പർശിക്കണമേ. Lord Jesus Christ, pour out His Spirit, touch with your fire finger, soak with the precious blood. Lord, infuse His Spirit. I command to you, in the name of Jesus Christ, to be healed. കർത്താവ്, വാദരോഗങ്ങള്, വിസർപ്പ രോഗങ്ങള്, സോറിയാസിസ് രോഗങ്ങള്, അസ്ഥി രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോ, ഹൃദയ രോഗങ്ങള്, ഹൃദയത്തിന് വാൽവിന് ബ്ലോക്കുള്ളവര്, വാൽവ് ശ്വസിക്കുന്നവര്, കരരോഗങ്ങള്, കർത്താവ് ഫാറ്റ് ലിവർ ഉള്ളവര്, കർത്താവ് അവിടെ തൊട്ട് സ്പർശിക്കട്ടെ. ഈശോയെ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവര്, ചെവിക്ക് കേൾവിക്കുറവുള്ളവര് യേശുവിന്റെ നാമത്തിൽ സ്പർശിക്കട്ടെ. തൈറോയ്ഡ് രോഗികള്, ടോൺസൈറ്റ് രോഗികള്, കർത്താവെ, തൊണ്ടയിൽ സ്പർശിക്കട്ടെ. സ്പോണ്ടിലോസിസ് അസുഖമുള്ളവര്, കർത്താവെ, തൊണ്ടയിൽ സ്പർശിക്കണമേ. പിൻകഴുത്തിൽ സ്പർശിക്കണമേ യേശുവിന്റെ നാമത്തില്. രോഗങ്ങൾ, കർത്താവെ, സ്രാവ രോഗങ്ങള്, അറിയാതെ മലം പോകുന്നവര്, മൂത്രം പോകുന്നവര്, ഈശോയെ, ഗർഭം അലസിപ്പോകുന്നവര്, മക്കൾ ഇല്ലാത്തവര്, ഗർഭത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര് കർത്താവ് സ്പർശിക്കട്ടെ. മക്കൾ ഇല്ലാത്തവരെ കർത്താവ് സ്പർശിക്കട്ടെ. പിസ്സോഡി രോഗികള്, പിസ്റ്റില രോഗികള് കർത്താവ് സ്പർശിക്കട്ടെ. ഇടുപ്പലിന് വേദനയുള്ളവര്, കശേരുകൾ വിട്ടുമാറുന്നവര് കർത്താവ് സ്പർശിക്കട്ടെ. യേശുവിന്റെ ശക്തി. ഉറക്കമില്ലാത്തവര്, പ്രഷർ രോഗികള്, ഉറങ്ങാതെ നടക്കുന്നവര്, ഈ പ്രഷർ രോഗികളുടെ മേൽ കർത്താവിന്റെ ശക്തി പ്രവർത്തിക്കട്ടെ. യേശുവിന്റെ ശക്തി കൊടുക്കട്ടെ. യേശുവിന്റെ ശക്തി കൊടുക്കട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. മാർഗരോഗങ്ങള്, തിരവേദികള്, യേശുവിന്റെ നാമത്തിൽ കിടപ്പ് രോഗികള് സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സദയം തുടേണേ,
സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. 2 കൊരിന്ത്യർ 1:20 ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും പറഞ്ഞ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. അപ്പൊ ഈ 2 വചനങ്ങൾ ഇപ്പൊ ഇതിന് എന്തിനോട് യോജിക്കേണ്ടത്? ഞാൻ അവളെ അനുഗ്രഹിക്കും. അതായത് ജനേസിസ് 17, ഉൽപ്പത്തി 17:16 കൂടെയാണ് 2 കൊരിന്ത്യർ 1:20 ചേർത്ത് വെക്കേണ്ടത്. എന്നാൽ മാത്രമേ വാഗ്ദാനത്തിൻ്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ വാഗ്ദാനപ്രകാരമുള്ള സന്തതികളെ പരിശുദ്ധ അമ്മയിലൂടെയാണ് ലോകത്തിന് വരണത്. ഈശോ ആണ് ആദ്യ സന്തതി, പ്രഥമജാതൻ എന്ന് പറയുന്നത്. ഈശോയാണ് വാഗ്ദാനങ്ങളുടെ സാകല്യം. അതുകൊണ്ട് 2 കൊരിന്ത്യൻസ് 1:20 പറയും. എന്താ പറയണത്? സകല വാഗ്ദാനങ്ങളും പറഞ്ഞേ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതെ എന്ന് തന്നെയാണ്. അപ്പൊ ദൈവത്തിന്റെ മുഴുവൻ വാഗ്ദാനങ്ങൾ നമുക്ക് ലഭിക്കണത് ആരിൽ നിന്നാണ്? അമ്മയിൽ നിന്ന് പിറന്ന ക്രിസ്തുവിലൂടെയാണ്. അതാണ് എൻ്റെ വിഷയം. ഈ അമ്മയ്ക്ക് അനുഗ്രഹം എങ്ങനെ കിട്ടുന്നതാണ്? അത് ജനേസിസിൽ നിന്ന് കിട്ടുന്നതാണ്. ഞാൻ അവളെ അതായത് ഉൽപ്പത്തി 17:16 അതായത് ഞാൻ അവളെ അനുഗ്രഹിക്കും. പറഞ്ഞ് ഞാൻ അവളെ അനുഗ്രഹിക്കും. അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും. അവൾ ജനതകളുടെ മാതാവായിരിക്കും. ഇതൊരു പാരലൽ ടെസ്റ്റ് ആണെന്ന് ഞാൻ പറയണത്. കത്തോലിക്ക പ്രബോധനോ അല്ല, പക്ഷെ ഇതൊരു പാരലൽ ടെസ്റ്റാണ്. ബൈബിളിൽ എപ്പോഴും ഉണ്ടാകുന്ന വിഷയം ഷാഡോ വേഴ്സ് ഉണ്ടാവും, പാരലൽ ടെസ്റ്റ് ഉണ്ടാവും. പുതിയ നിയമത്തിലെ അഭിഷേക യാഥാർത്ഥ്യങ്ങളും രക്ഷാകര സംഭവങ്ങൾക്കെല്ലാം പാരലൽസ് ഉണ്ടാവും, സമാന്തര സുവിശേഷങ്ങൾ എന്ന് നമ്മൾ പറയുന്ന പോലെ സമാന്തര വചനങ്ങൾ. മാതാവിൻ്റെ മാതൃത്വത്തെ ലോക ജനതയുടെ പൊതുമാതാവായി പരിശുദ്ധ അമ്മയെ സുവിശേഷം ദൈവവചനം പ്രതിഷ്ഠിക്കുന്നതിൻ്റെ ഒരു സമാന്തര ടെസ്റ്റാണിത്. ആ രീതി വായിക്കുമ്പോഴാണ് ഈ 2 കൊരിന്ത്യൻസ് 1:20 എന്താണ്? സകല വാഗ്ദാനങ്ങളും പറഞ്ഞേ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്നാണ്. അപ്പൊ എന്താ ഉടമ്പടിയിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? വംശമുറക്കുള്ള ഇപ്പൊ 8:9 റോമ 8:9 എന്താ പറയണത്? വംശമുറക്കുള്ള സന്തതി പരമ്പരകളുണ്ടാവും, അതേസമയം തന്നെ വാഗ്ദാന പ്രകാരമുള്ള സന്തതി പരമ്പരകളുണ്ടാവും. സ്വാഭാവികമായിട്ട് മാനുഷികമായി പറഞ്ഞാൽ ബൈ മെറിറ്റ് നമുക്ക് സന്താനം ഉണ്ടാകുന്നത് വംശമുറക്കാണ്. ബൈ ഗ്രേസ് ഉടമ്പടി എന്താ വർക്ക് ചെയ്യണത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഈ നമ്മൾ റോമ 9:8 വായിച്ച് ശ്രുതികട്ടെ ഹല്ലേലൂയ. വംശമുറയ്ക്കുള്ള മക്കളല്ല ഒന്ന് പറഞ്ഞേ. വംശമുറക്കുള്ള മക്കളല്ല ദൈവത്തിന്റെ മക്കൾ. പ്രത്യുത വാഗ്ദാനപ്രകാരം ജനിച്ചവരാണ് യഥാർത്ഥ മക്കളായി കണക്കാക്കപ്പെടുന്നത്. അപ്പൊ വാഗ്ദാനപ്രകാരം ജനിച്ച മക്കളാണ് ആര്? ദൈവത്തിന്റെ മക്കള്. ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ അവകാശികൾ. ഈ മക്കളുടെ പ്രഥമ അവകാശം എന്താണ്? ക്രിസ്തുവാണ്. കാര്യം എന്താണ്? സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിലാണ് ആമേൻ പറയണത്. ഈ വചനത്തിൻ്റെ ഈ ലിങ്ക് പോകുന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ യോഹന്നാൻ 19:27 വായിച്ചാൽ കുറച്ചുകൂടി ഒരു
വെളിച്ചം കിട്ടും നമുക്ക്. യോഹന്നാൻ 19:27 യോഹന്നാൻ 19:27. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് അന്ന് മുതലാണ് പുതിയ ജനത ഉണ്ടാകുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങൾക്കും അവകാശികളായി മാറുന്നു. ഞാൻ അവളെ അനുഗ്രഹിക്കും, അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും. അവളെ ഞാൻ അനുഗ്രഹിക്കും, അവൾ ജനതകളുടെ മാതാവാകും. പ്രൈസ് ദി ലോർഡ്. അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കം ഉത്ഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതെല്ലാം എബ്രാഹത്തിന് കൊടുക്കുന്ന വാഗ്ദാനങ്ങളാണ്. പക്ഷെ ഇസ്ഹാക്കിലൂടെ അത് നിറവേറണില്ല എന്നുള്ള സത്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് 2 കൊറിന്ത്യൻസ് 1:20 പറയണത് സകല വാഗ്ദാനങ്ങളും നിറവേറണത് ക്രിസ്തുവിലൂടെയാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ അമ്മയാണ് ഇവിടെ അവളെന്ന് പറയുന്നതെന്ന് പാരലൽ ടെസ്റ്റായിട്ട് ഞാൻ പറയാൻ കാരണം. ശ്രുതികട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അതായത് എബ്രാഹത്തിന് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾക്ക്, അതായത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാഗ്ദാനം കൊടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ വാഗ്ദാനത്തിന് ഒരു ഷാർപ്പ് ഷൂട്ട് ചെയ്യുന്ന പോലെ അംബിഗസ് ആയിട്ടിരിക്കും ചില സമയത്ത്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അതായത് വാഗ്ദാനം പൂർണ്ണമല്ലാതിരുന്നു എന്നുള്ളത്. ഇനി മറിയമാണ് എല്ലാത്തിനെയും പൂർണ്ണമാക്കണത്. എന്തങ്ങനെ പറയാൻ കാരണം, ഇപ്പം തന്നെ അനിതയുടെ കാര്യം എടുക്കാം. അനിത ഉടമ്പടി ചെയ്യുമ്പോൾ അനിതയ്ക്ക് എന്താ സംഭവിക്കണത്? പെട്ടെന്നാണ് ടൈം. ഇപ്പം ഇത്രയും നാളിൻ്റെ അനിതയുടെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ. ഇപ്പം എന്താ സംഭവിക്കണം? അനിതയ്ക്ക് വരാൻ പോണത് ഉടമ്പടി എടുത്തോടു കൂടി അവൾ പറയണത്, ഉടമ്പടി ചെയ്തതോടുകൂടി എന്തോ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പോലെ എനിക്ക് തോന്നാൻ തുടങ്ങിയെന്ന്. അതായത് അത് ഈ സഞ്ചാരി മാതാവിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ഇപ്പോൾ ഈ അനിത മാത്രമല്ല, ഒത്തിരി പേർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ മാതാവ് ഇങ്ങനെ കൂടെ നിൽക്കുന്ന കാരണം, കൂടെ വരുന്ന കാരണം അവരെ ഒരു പണ്ടില്ലാത്തൊരു ആത്മവിശ്വാസം ഇങ്ങോട്ട് കയറും, ആത്മധൈര്യം വരും. ആത്മധൈര്യം വരുമ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കണം, നിങ്ങൾക്കൊരു ആത്മധൈര്യം വന്നാൽ അതിൻ്റെ അർത്ഥം ദൈവ സാന്നിധ്യം വരുമ്പോഴാണ് നമുക്ക് ആത്മധൈര്യം വരണത്. ഈ ആത്മധൈര്യം ഈ ഉടമ്പടിയിൽ ഭയങ്കരമായ രീതിയിൽ വിശ്ലേഷിക്കേണ്ട ഒരു പരീക്ഷണ വസ്തുവാണ് ആത്മധൈര്യം. എന്നാൽ ജോഷുവയുടെ പറയുന്നതാണ്, ശക്തനും ധീരനുമായിരിക്കുക, അല്ലേ? 1:9 നമ്മൾ വായിക്കണല്ലേ ജോഷുവ, അല്ലേ? വായിച്ച് ശ്രദ്ധിക്കട്ടെ. ജോഷുവ 1:9. ശക്തനും ധീരനുമായിരിക്കണമെന്നും, ശക്തനും ധീരനുമായിരിക്കുക, ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ധൈര്യം വരണം എപ്പോഴാണ്? ദൈവം കൂടെ വരുമ്പോഴാണ്. ഇപ്പം അനിത ഉടമ്പടി എടുത്തു. അനിതയുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷെ അനിത പറയണത് ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എന്തോ ഒരു വല്ലാത്ത ധൈര്യം തോന്നാൻ തുടങ്ങി. എന്താ കാര്യം?
നമ്മളവർക്ക് ധൈര്യം തോന്നാൻ തുടങ്ങി കഴിഞ്ഞാൽ ബിബ്ലിക്കലായിട്ട് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഞാനുണ്ടായിരിക്കും. ദാറ്റ്സ് എ പ്രോമിസ്. അതൊരു വാഗ്ദാനമാണ്. നീ പറഞ്ഞ മക്കളെങ്കിലും അവകാശികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗ്ദാനത്തിൻ്റെ അവകാശികളാണ്. അതൊരു വാഗ്ദാനം എന്താണ്? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും നിന്റെ കൂടെ വരും. അതിൻ്റെ ഈ നെറ്റ് ഇഫക്റ്റ് എന്താണ്? ശക്തനും ശക്തിയും ധൈര്യവും. കൈയിട്ടിച്ച് കർത്താവ് അവിടുത്തെ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന നന്ദി പറയുന്നു. എന്നെ നാവാൽ ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എന്നെ നാവാൽ ചൊല്ലിടുവാനാ നിത്യസ്നേഹമോർക്കുമ്പോ വൻ കൃപകളോർക്കുമ്പോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുതലോർക്കുമ്പോ വൻ ത്യാഗമോർക്കുമ്പോ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ എണ്ണമില്ല നന്മകളെന്നിൽ ചൊരിയും നന്മയെ ഓർക്കുമ്പോ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. എന്നെ നാമം ചൊല്ലിടുവാനാ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ അവൻ്റെ 2 കരങ്ങളിലും അവനെ താങ്ങി, അവൻ്റെ കാലിന് പോലും ഒരു പോറലേൽക്കാതെ അവനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന പോലെ ഉണ്ട്. അവൻ താഴെ വന്ന് നിന്നു. ഞാൻ വിളിച്ചു ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു, അമ്മ എന്നെ താങ്ങി, ആരോ എന്നെ താങ്ങി, ഇല്ലെങ്കിൽ ഞാനിന്ന് മാർസ്ലിവായിലോ കാരിത്താസിലോ കണ്ടേനെന്ന്. അങ്ങനെ അമ്മ തന്ന്, അതുകൂടാതെ എനിക്ക് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് നൽകിയിട്ടുണ്ട്. എനിക്ക് അമ്മയുടെ സാന്നിധ്യം പലപ്പോഴും അറിയാറുണ്ട്. ഞാൻ ഉടമ്പടി ചിലപ്പോൾ തിരി തീരുമ്പോൾ, പ്രത്യക്ഷീകരണത്തിൻ്റെ തിരി തീരുമ്പോൾ ഞാൻ ഉടമ്പടി തിരി വെച്ചു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാറുണ്ട്. ഈ സമയത്ത് തിരി ആളിക്കത്തി എൻ്റെ മുറി നിറച്ച് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പ്രകാശത്തിൽ അമ്മയുടെ സാന്നിധ്യം അമ്മയെ അറിയിക്കാറുണ്ട്. ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ എൻ്റെ സഹോദരന് ഈ പറയാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിൽ അവന് കുറേ പ്രശ്നങ്ങളുണ്ടായി. ഞാൻ അവനെ ഇവിടെ കൊണ്ടുവന്ന് അച്ഛനെ കൊണ്ട് ഒരു ബ്ലെസ്സിങ് വാങ്ങാൻ. പക്ഷേ ആളുടെ തിരക്ക് കാരണം ഒരു അവധി ദിവസമായിരുന്നുകൊണ്ടും അച്ഛനെ കാണാൻ സാധിച്ചില്ല. പക്ഷേ ഞാൻ അവനെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ അമ്മയുടെ മുന്നിൽ നിന്ന് ഞാൻ പറഞ്ഞു, അമ്മേ, അവന് 2 ചെറിയ മക്കളാണ് ഉള്ളത്. അവനെ ഇതിൽ നിന്നെല്ലാം വിടുവിച്ച് അവന് പരിപൂർണ സൗഖ്യം അമ്മ കൊടുക്കണം. ഞാൻ ഇവിടെ വന്ന് അവന് വേണ്ടി അമ്മയുടെ മുന്നിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് നേർന്ന് അവനിപ്പോൾ 80% ഓക്കെ ആയിട്ടുണ്ട്. അവനും ഉടമ്പടിയിൽ തന്നെയാണ്. കൂടാതെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മയും അമ്മയുടെ തിരുക്കുമാരനും എനിക്ക് നൽകുന്നുണ്ട്. അമ്മ ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, യേശുവേ ആരാധന. അച്ഛൻ്റെ ഉടമ്പടി ദാനങ്ങൾ ഞാൻ ഒന്നുപോലും മുടങ്ങാതെ എല്ലാ ചൊവ്വാഴ്ചയും കൂടും, ദിവസവും സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കും ഡെയിലി ഞാൻ കിച്ചണിലായിരിക്കുമ്പോൾ മൊബൈൽ ഓൺ ചെയ്ത് ഇത് തന്നെയാണ് വെച്ച് കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ പത്രം, 10 കെട്ട് പത്രം, 8 കെട്ട് പത്രം, ഇങ്ങനെ മാസങ്ങളിൽ വന്ന് പത്രം മേടിച്ച് ഞാൻ വിതരണം ചെയ്യാറുണ്ട്. അനാഥാലയത്തിൽ പോകാറുണ്ട്, പൊതിച്ചോറ് വിതരണം ചെയ്യാറുണ്ട്. പത്രം ഞാൻ വിതരണം ചെയ്യുന്നത് ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും പള്ളികളിലും ഒക്കെയാണ് ചെയ്യുന്നത്. എൻ്റെ പേര് ലിനി. ഞാൻ വൈക്കത്തു നിന്നാണ് വരുന്നത്. ഞങ്ങൾ 2018 ഡിസംബർ 22-ാം തീയതി ഞാനും എൻ്റെ മമ്മിയും കൂടി ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായിരുന്നു. ഈ 7 വർഷത്തിനുള്ളിൽ 2 പ്രാവശ്യം ഞാൻ അബോർഷനായി. ഞങ്ങൾക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല.
പല ട്രീറ്റ്മെൻറ്റുകളും മാറി മാറി ചെയ്തിരുന്നു. അങ്ങനെയാണ് അറിഞ്ഞത് കൃപാസനത്തെക്കുറിച്ചും അവിടുത്തെ ഉടമ്പടിയെക്കുറിച്ചൊക്കെ. അങ്ങനെ ഞാനും മമ്മിയും കൂടി ആദ്യമായി 2018 ഡിസംബർ 22 ഇവിടെ വന്നു. പിറ്റേ മാസം തന്നെ ഞങ്ങളങ്ങനെ ഉടമ്പടി എടുത്തു, വീട്ടിൽ പോയി. ഇവിടെ വന്നതൊന്നും ഞങ്ങൾക്ക് ഈ സ്ഥലമൊന്നും അറിയില്ലായിരുന്നു. ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ വന്നത്. തിരിച്ചു പോയപ്പോൾ തന്നെ ബസ്സൊക്കെ ആകെ മാറി കയറി, ആകെ ഒരു ഭയങ്കര തടസ്സം പോലെയൊക്കെയായിരുന്നു. ഞങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ട്, ഒരു വിഷമമൊക്കെ ആയിരുന്നു. ഒത്തിരി വൈകിയൊക്കെയാണ് ഞങ്ങൾ വീട്ടിൽ ചെന്നത്. അങ്ങനെ വീട്ടിൽ ചെന്നു. പിറ്റേ മാസം തന്നെ 2019 ജനുവരിയിൽ തന്നെ ഞാൻ പ്രഗ്നൻ്റായി. അപ്പോൾ ഈ 7 വർഷവും ഭയങ്കര ഈ അബോഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്നോട് ഫുൾ റെസ്റ്റ് എടുക്കാനാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഇത് സ്റ്റെപ്പ് കയറരുത്, കുനിയരുത്, ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഷുഗറൊക്കെ, എനിക്ക് ഡയബറ്റിക്സ് ആയി, ഇൻസുലിനൊക്കെ എടുക്കേണ്ടി വന്നു. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ, ഇതൊക്കെ ചെയ്താലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഞാൻ 2019 സെപ്റ്റംബർ 12 എനിക്കൊരു ആൺകുട്ടിയെ, അതാണ് ഇവനാണത്, എനിക്കൊരു മോനെ തന്ന് മാതാവ് സഹായിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞിട്ടും സിസേറിയനായിരുന്നു. അത് കഴിഞ്ഞിട്ട് മോൻ 5 ദിവസം എനിക്ക് ഇൻസുലിനൊക്കെ എടുത്തുകൊണ്ട് മോൻ 5 ദിവസം NICUലൊക്കെ കിടത്തി. എന്നാലും വേറൊരു കുഴപ്പമൊന്നും ഉണ്ടായില്ല, ആരോഗ്യവാനായിരുന്നു, വേറൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഡിസ്ചാർജ് ആയിട്ടും ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത്, ഈ ഉടമ്പടി എടുത്ത സമയത്ത് ഞങ്ങളുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതും ഒരു കാലതാമസമൊന്നും കൂടാതെ വേഗം തന്നെ വീട് പണിയെല്ലാം കഴിഞ്ഞു. പിന്നെ ആ വർഷം തന്നെ, ശരിക്കും 2019 എന്ന് പറഞ്ഞ ആ വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നടന്ന വർഷമാണ്. ഞാനൊരു നേഴ്സാണ്. എൻ്റെ കൂടെ ഡ്യൂട്ടി ചെയ്യുന്നവർക്കൊക്കെ അവർ ചേച്ചി എനിക്ക് വിശേഷമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ പോസ്റ്റ് ഓപ്പറേറ്റീവിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഒത്തിരി അവർ ഹെൽപ്പ് ചെയ്യും. എന്നുവെച്ചാൽ എല്ലാം അറിയാമല്ലോ, മോർണിംഗ് സിക്നെസ്സും എല്ലാവർക്കും ഉണ്ടാവും. അവർക്കാണെങ്കിൽ ഡ്യൂട്ടി ചെയ്യാതിരിക്കാനും പറ്റൂല. അപ്പം നമ്മൾ ഒത്തിരി അവരെ സഹായിക്കും. അപ്പോഴേക്കും എൻ്റെ മനസ്സിൽ ദൈവമേ എനിക്ക് കിട്ടിയില്ലല്ലോ, അവർക്ക് കിട്ടിയതിലുള്ള വിഷമം കൊണ്ടല്ല, എനിക്കിതുവരെയും 7 വർഷമായിട്ടും കിട്ടിയില്ലല്ലോ ദൈവമേ എന്നുള്ളൊരു വിഷമമായിരുന്നു. എന്നാലും എൻ്റെ ദൈവം, എൻ്റെ മാതാവ് എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്കൊരു മോനെ തന്നു. പിന്നെ ഇപ്പം എനിക്കൊരു 1.5 വയസ്സുള്ള രണ്ടാമത്തെ മകനും കൂടിയുണ്ട്. പിന്നെ ഈ 2019 തന്നെ എൻ്റെ അനിയൻ്റെ വിവാഹം കഴിഞ്ഞു. അങ്ങനെ 2019 ഞങ്ങൾക്ക് ഒട്ടും വിചാരിക്കാത്ത, എനിക്ക് പ്രത്യാശയുണ്ടായിരുന്നു, എനിക്ക് എത്ര വർഷം കഴിഞ്ഞാലെങ്കിലും എനിക്ക് എൻ്റെ മാതാവ്, എൻ്റെ ദൈവം എനിക്ക് തരുമെന്ന് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു, ഞാൻ വിശ്വസിച്ചിരുന്നു. പിന്നെ കാലതാമസം വരുമ്പോൾ ഒരു വിഷമം, എല്ലാവരും ഒന്നും ആയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു വിഷമം. പിന്നെ 2017 എൻ്റെ ഡാഡി ക്യാൻസറായിട്ട് മരിച്ചായിരുന്നു. ഞാനും ഡാഡിയും ഭയങ്കര കൂട്ടായിരുന്നു. ശരിക്കും ഞങ്ങളൊരു ഫ്രണ്ട്സിനെ പോലെയായിരുന്നു. ഞാൻ എൻ്റെ മമ്മീനേക്കാളും കൂടുതൽ എൻ്റെ ഡാഡിനോടായിരുന്നു കമ്പനി. അങ്ങനെ പെട്ടെന്ന് ഡാഡിക്ക് ക്യാൻസറൊക്കെ വന്ന്, അന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞ കൃപാസനത്തെക്കുറിച്ച്. അന്നൊക്കെ അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഡാഡിനെ ഇവിടെ കൊണ്ടുവരുമായിരുന്നു, പക്ഷെ അറിയില്ലായിരുന്നു. 2016 ഡാഡിക്ക് ലങ് ക്യാൻസറായി. ഡാഡി ഒരു 9 മാസം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. ഞങ്ങൾ ചെയ്യാവുന്നത് എല്ലാം ചെയ്തു. ഒന്നിനും ഡോക്ടർമാർ പറഞ്ഞ അത് എല്ലാം ഒരു ഒരു ലേറ്റും ഇല്ലാതെ ഡാഡിനെ കൊണ്ടുപോകേണ്ട സ്ഥലത്ത് നല്ല ട്രീറ്റ്മെൻറ്റ്, ഡോക്ടർ ഗംഗാധരൻ്റെ ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു. അങ്ങനെയായാലും ഡാഡി 9 മാസം കഴിഞ്ഞിട്ട് മരിച്ചു. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എൻ്റെ കുഞ്ഞിനെ ഒന്നും കാണാൻ എൻ്റെ ഡാഡിക്ക് പറ്റിയില്ലല്ലോ എന്നോർത്ത് ഞാൻ ഒത്തിരി വിഷമിക്കുമായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഡാഡിനോട് പറയും, ഡാഡി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്കൊരു കൂട്ടില്ല, ഒരു കുഞ്ഞില്ല. ഡാഡി പ്രാർത്ഥിച്ചതിന് ഫലമായിട്ടായിരിക്കും കറക്റ്റ് 2 വർഷത്തിനുള്ളിൽ 2017 ജൂലൈയിലാണ് ഡാഡി മരിച്ചത്. 2019 സെപ്റ്റംബറിൽ 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു മോനെ തന്നു.
ഡാഡിയുടെ അനുഗ്രഹം കൊണ്ടും ആവാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും മാതാവ് ഞങ്ങൾക്ക് സഹായിച്ചു വന്നു. പിന്നെ ഞാൻ ഡെലിവറി ഞാൻ ബെന്തിങ്ങയാണ് പ്രഗ്നൻ്റ് സമയത്ത് ഉപയോഗിച്ചിരുന്നത്. ഫുള്ള് ചൊറിച്ചിലൊക്കെ ആയിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ കാശ് രൂപം അതിൽ ധരിച്ചിരുന്നു. പിന്നെ മാതാവിൻ്റെ തൈലവും തേനും ഒക്കെ ഞാൻ വയറിലൊക്കെ കുരിശൊക്കെ വരയ്ക്കുമായിരുന്നു. പിന്നെ ഉപ്പൊക്കെ ഇട്ട് ഫുഡ് കഴിക്കുമായിരുന്നു മാതാവിൻ്റെ എന്ന് വെച്ചാൽ എനിക്ക് വോമിറ്റിംഗ് സെൻസേഷനൊക്കെ ആയിരുന്നു.